ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. അതൊന്നും നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല കണ്ണാ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. അത് മനസ്സിലായി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. എടാ, ആണുങ്ങളായ കുറച്ചൊക്കെ ചങ്കുറപ്പ് വേണം. പിന്നെ അഖിൽമാരാണ്. അയാള് ഈ റോബിനെക്കാളും ബെറ്റർ ആണ്. കുറച്ച് വിവരവും അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. വരാൻ വൈകൂന്ന് പറഞ്ഞു. വിശ്വനാഥൻ എപ്പോ എത്തി? മത്സരിക്കുന്നത് തൃക്കാക്കരയിലാണ്. പി.ടി. തോമസിന്റെ മെയിൻ സ്ഥലമാണ്. ഉമാ തോമസ് ആണ് സ്ഥാനാർത്ഥി നിൽക്കുന്നത്. എന്തായാലും തോന്നുന്നു ഉറപ്പാണ്. ഇപ്പൊ പുള്ളിയുടെ സിനിമ ഇറങ്ങിയപ്പോൾ അത് പൊളിഞ്ഞല്ലോ, അതുപോലെ ഇതും പൊളിയാൻ സാധ്യതയുണ്ട്. അതെന്തിനാ പറയണ ചങ്ങാതി? എന്തായാലും പൊളി സാധ്യതയല്ല, പൊളിയൊന്നും ഉറപ്പാണ്. തനിക്കെന്നെ അറിഞ്ഞൂടാ? അറിയാം. എന്നാൽ 2 BJP കാൻഡിഡേറ്റ്സും കുത്തുവാടുക്കാനാണ് ചാൻസ് ഉള്ളത്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. ചുമ്മാതെ കളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സോദരി.